ഓക്കെ. അബ്രജ് ഒരു കാര്യം പറയുമ്പോൾ അത് ഫുള്ളായിട്ട് പറയണം. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ സംവാദം നടക്കില്ല. നിങ്ങൾക്ക് ആ സംവാദത്തിൽ അങ്ങനെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് ഡോട്ടിടരുത്. ഈ തെറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അങ്ങനെ ഒരു സംവാദം വെച്ച, അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ച സംവാദം നടക്കൂല എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ച്? മൗലവിമാർക്ക് ആ വ്യവസ്ഥ പാലിക്കാൻ പറ്റൂല എന്നാ? എന്താ സുഹൃത്തേ ഇത്? മൗലവിമാർ അങ്ങനെ മോശാക്കല്ലേ? അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചാ തെറി പറയാൻ പാടില്ല എന്നുള്ളൊരു വ്യവസ്ഥ വെച്ച് കഴിഞ്ഞാല് സംവാദം നടക്കൂല, സംവാദത്തിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തടിയൂരുന്നാണോ അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചാൽ? കാരണം മൗലവിമാരെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് പറയണത്. എന്നാലും ശരി, അങ്ങനെ പച്ചക്ക് പറയരുത്. അത് ഞങ്ങൾക്ക് പറ്റാതിരിക്കുന്ന നിങ്ങളെ ഈ സംസാരം കൊണ്ടാണോ? അത് നിങ്ങൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? പിന്നെ സംവാദത്തിന് വരാൻ പറ്റൂല. അതൊരു യാഥാർത്ഥ്യല്ലേ? നിങ്ങൾ തെറി പറയൂല എന്നുള്ള കണ്ടീഷൻ അംഗീകരിക്കാത്ത കാലത്തോളം നമുക്ക് സംവാദത്തിന് വരാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്? അത് ശരിയാണ്. പക്ഷെ നിങ്ങളത് അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് വരാലോ. പക്ഷെ നിങ്ങളത് അംഗീകരിക്കൂല എന്നല്ലേ പറയണത്? അപ്പൊ ഞങ്ങൾക്ക് വരാൻ പറ്റൂല. അതൊരു യാഥാർത്ഥ്യല്ലേ? പക്ഷെ മൗലവിമാർക്ക് ഇത്രയും തെറി തൊള്ളേലും അത് ഇബ്നു തീമിയ പഠിപ്പിച്ചു വെച്ചതല്ലേ നൗഫലെ? ഉറപ്പല്ലേ? ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും പഠിപ്പിച്ച് വെച്ചതല്ലേ തെറി പറയൽ? നമ്മളോട് ഇബ്നു തീമി നിങ്ങൾ വെറുതെ അറിയല്ല, ഞാനിത് വെറുതെ അറിയല്ല, കേട്ടോളൂ കേട്ടാ. ഇബ്നു തീമിയെ ഇബ്നുൽ ഖയ്യിമും ഒക്കെ പഠിപ്പിച്ചതാണ് വഹാബികളെ എന്ത് തെറി പറയാം എന്ന്. തെറി പറയാം എന്ന് പഠിപ്പിച്ച ആളുകളുടെ ശിഷ്യന്മാരല്ലേ ഇവര്. അപ്പൊ പിന്നെ തെറി പറയാണ്ടിരിക്കാൻ മൗലവിമാർക്ക് കഴിയോ നൗഫലെ? അതിനിപ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് എന്തായാലും മൈക്ക് ഫോർ യു, നിങ്ങൾക്ക് തന്നെയാണ് മൈക്ക്, വേറൊരാൾക്ക് ഇപ്പൊ മൈക്ക് കൊടുക്കൂല. കാരണം ഒരാണാണ് ആ ഐഡിയയുടെ പിന്നിലെന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും മൈക്ക് തരും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അത് ഷെയ്ഖ് ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും പഠിപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കണേന് ഇപ്പോ സുന്നികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. സുന്നിയൊക്കെ കണ്ടീഷൻ ഉണ്ട്. എന്ത്? നോണ പറയാൻ പറ്റൂല, ചീത്ത പറയാൻ പറ്റൂല. അത് കാരണം റസൂലുള്ളാഹി ഇത്തിബാഉം ബി സീറത്തിഹി വ സൂറത്തിഹി വ സരീറത്തിഹി, നബിയോടുള്ള ഇത്തിബാ അത് വാക്കിലും പ്രവർത്തനത്തിലും എല്ലാറ്റിലും വേണം എന്ന് കണിശമായി ആഗ്രഹിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സുന്നി. അതുകൊണ്ട് തന്നെ തെറി പറയാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ സുന്നികൾ വെച്ചു. മുജാഹിദീങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം മുജാഹിദീങ്ങളെ നേതാവ് അത് പറയാം എന്ന് പഠിപ്പിച്ച ആളായത് കൊണ്ടായിരിക്കാം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. നൗഫൽ ഒന്ന് മൈക്ക് എടുത്തോളി, കുഴപ്പമില്ല. പറയുന്ന ഫുള്ള് ഡോട്ട് ചെയ്യും. ഞാൻ പറയട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് അതിന് പ്രതികരിക്കാം. ഞാനത് ഇരുന്ന് കേൾക്കാലോ. പക്ഷെ ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ താല്പര്യം. ഞാൻ നിങ്ങൾ പറയുന്നത് ഫുള്ളായിട്ട് ഇരുന്ന് കേൾക്കും. ഞാൻ പറയട്ടെ. അതായത് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ, തെറി പറയാതെ സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇനി വേറെ ഒന്ന്, ഇത് നിങ്ങൾ അബ്രജ് ആദ്യം വ്യവസ്ഥ ശരിയാക്കി. അബ്രജ് വ്യവസ്ഥ ശരിയാക്കി ആദ്യം ടൈം നിശ്ചയിച്ചു സുന്നി ഗ്ലോബൽ വോയിസിലേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്ത് തെറി പറയാമല്ല, അബു ഈസാൻ പറയും, സുഹൈൽ യൂസഫ് പറയുന്നതാണ്. അങ്ങനെ സുഹൈൽ യൂസഫ് അബു ഈസാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാശിയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നടത്താം? പ്രൈവറ്റിൽ നടത്താം. ഞങ്ങളുടെ റൂമിൽ ഔലിയാക്കളും സാദാത്യങ്ങളും ഉസ്താദന്മാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതും സമ്മതിച്ചു. പ്രൈവറ്റിൽ സമ്മതിച്ച് അവസാനം മിനിറ്റ് വരെ നിങ്ങൾ 2-3 എന്നുള്ള രീതിയിൽ അത് സമ്മതിച്ചു. മിനിറ്റൊക്കെ റെഡിയാക്കിയിട്ട് പ്രൈവറ്റിൽ ചർച്ച ചെയ്യാൻ അപ്പോഴേ തെറി പറയാൻ നമ്മളെ റൂം പറ്റൂല എന്ന് പറഞ്ഞപ്പോഴേ എന്നാ പ്രൈവറ്റിലേക്ക് എന്നാലും ശരി ഞങ്ങൾക്ക് തെറി നിർത്തിയേക്കാൻ പറ്റൂല, അതുകൊണ്ട് പ്രൈവറ്റിലേക്ക് പോകാം. നമ്മളെ റൂമിൽ ഔലിയാക്കന്മാരും മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉള്ളതുകൊണ്ട് തെറി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ വഹാബി എന്നാൽ ഞങ്ങൾ തെറി മാറ്റിക്കോളാം എന്നല്ല പറഞ്ഞു. ഇന്ന് നമുക്ക് സുന്നി ഗ്ലോബൽ വോയിസ് ഒഴിവാക്കിക്കോളാം, എന്നിട്ട് പ്രൈവറ്റിൽ പോയി സംസാരിക്കും, എന്നാലും ഞങ്ങൾക്ക് തെറി ഒഴിവാക്കാൻ പറ്റൂല. എന്താ നൗഫലി പറയണത്? നൗഫലെ, നിങ്ങൾ ബോധത്തിൽ തന്നെയല്ല സംസാരിക്കണ്. നിങ്ങളെ തൊലിക്കട്ടി വ്യാപാരം തന്നെയാണ്.
ഡോട്ടിട്ടിട്ടില്ല മുത്തേ. ഇപ്പൊ ഡോട്ടിട്ടിനോ? ശരി, ഇപ്പൊ ഡോട്ടിട്ടിരുന്നോ നിങ്ങൾക്ക്? അവരത് മൈക്ക് എടുക്ക, നിങ്ങൾക്ക് ഡോട്ടിട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങളെ കയ്യിൽ നിന്ന് മൈക്ക് വീണതാ. അതിനിപ്പോ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഡോട്ടിട്ടിട്ടില്ല. ഇപ്പൊ നിങ്ങൾ മൈക്ക് വിട്ടല്ല, നിങ്ങളെ കയ്യിൽ നിന്ന് മൈക്ക് വീണതാണ്. ആക്കെ തരാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്താ അറിയോ? ഇവിടെ ചർച്ച നടന്നു. അപ്പൊ പറഞ്ഞു തെറി പറയാൻ പറ്റൂല, അങ്ങനെയാണ് സുന്നി ഗ്ലോബൽ വോയിസ് നടത്താൻ പറ്റൂല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഔലിയ, നിങ്ങളെ ഭാഷ തന്നെ ഉപയോഗിച്ച് പറയാം, ഔലിയാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ മഹാനന്ദന്മാരുടെ അർവാഹികളുടെ സാന്നിധ്യമുണ്ട്, ബഹുമാന്യന്മാരായ ഉസ്താദുമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഓർക്ക് കേൾക്കാൻ പറ്റിയ സംവാദമാണ് SGV നടത്താൻ പറ്റുള്ളൂ. തോന്നിയാസം പറയുന്ന സംവാദം SGV നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് സുന്നി പ്രവർത്തകന്മാർ പറഞ്ഞാൽ നിങ്ങൾ എന്തായുണ്ട് എന്നാ SGV തന്നെ നടത്താം. തോന്നിയാസം പറയാത്ത സംവാദം SGV നടക്കട്ടെ എന്നല്ല പറയുന്നത്. അപ്പൊ നിങ്ങൾ പറയാണ് എന്നാ പിന്നെ SGV ഒഴിവാക്കുക, കാരണം നമുക്ക് തോന്നിയാസം ഒഴിവാക്കിങ്ങാണ്ട് SGV നടത്താന്നല്ല നിങ്ങൾ പറയുന്നത്. തോന്നിയാസം ഒഴിവാക്കാണ്ട് പ്രൈവറ്റിൽ നടത്താൻ സമ്മതിച്ചു നിങ്ങൾ പറയുന്നത്. മനസ്സിലായില്ല? തോന്നിയാസം ഒഴിവാക്കാണ്ട് നമുക്ക് പ്രൈവറ്റിൽ നടത്താന്നാണ് നിങ്ങൾ പറയണത്. നിങ്ങൾ അപാര സാധനാട്ടാ. എങ്ങനെയാ ഹബീബ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് നിങ്ങൾക്ക്? നിങ്ങൾ മൈക്കെടുത്തോളി. ഇനി കയ്യിൽ നിന്ന് മൈക്ക് വീണാലാണ് ഞാൻ എടുക്കൂ, അല്ലാണ്ട് അതുകൊണ്ട് തീരെ ഡോട്ട് ചെയ്യൂലെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഡോട്ട് ആവശ്യത്തിന് ചെയ്യുകയും ചെയ്യും. മൈക്കെടുത്തോളി. അസ്സലാമു അലൈക്കും. പിന്നെ ഉസ്താദെ, നമ്മള് ഈ കളവ് പറയാതെ ഒരു തുടക്കം വഹാബിക്ക് തുടങ്ങാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അനുഭവത്തിലൂടെ അറിയാം. നൗഫിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ വളരെ ക്ലിയർ ആണെങ്കിലും ഈ അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നിടത്ത് ഓവറാക്കല്ല, വളരെ മയത്തിൽ പറയുന്നത് ഓവറാക്കുന്നില്ല. അതായത് നിങ്ങൾ ഇവിടെ ഇട്ട് ഓവറാക്കിയല്ലോ, അതിന്റെ ഒരു നാലിലൊന്നും ഞാൻ ഓവറാക്കില്ല, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ പറയാൻ വിചാരിച്ച വിട്ടുപോയല്ലോ നൗഫിലെ. അതായത് നമ്മളെന്ത് പറഞ്ഞിട്ടുള്ളതെന്നറിയാം, റൂമില് സ്ത്രീകളും ചെറിയ കുട്ടികളൊക്കെ കേൾവിക്കാരായിട്ടുള്ളത് കൊണ്ട് പിന്നെ തെറി പറയുന്ന ആളുകൾ വേണ്ട. എത്ര പറഞ്ഞിട്ടുള്ളോ? മൂപ്പരത് പറയുന്നത് ഔലിയാക്കളും മാഷാള്ള, അതായത് പിന്നെ നമ്മളോടുള്ള ബഹുമാനം നോക്കി ഔലിയാക്കളും അർവാഹകളും ഉള്ളതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ മൂപ്പര് പറയണത്. അങ്ങനെയല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടല്ല ഇൻഷാല്ല പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ് പിന്നെ അത് കുറെ സമയമുണ്ട്, ചെറിയ ചെറിയ ഭാഗങ്ങളായി കേൾപ്പിക്കാം. പിന്നെ അത് മുമ്പ് പറഞ്ഞു എന്തൊക്കെ ഞങ്ങളെ റൂമില് സ്ത്രീകളും കുട്ടികളൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങളെ റൂമിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എന്തുണ്ടാവില്ല, ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് തെറി കേട്ടിട്ടൊരു വിഷയം തോന്നുന്നില്ലല്ലോ. അതായത് തെറി പറയാത്ത ആളുകളെ ഈ പിന്നെ റൂമിൽ പറ്റില്ല എന്ന് പറഞ്ഞ നമുക്ക് വേറെ പ്രൈവറ്റ് റൂമിൽ പറയാനുള്ള തൊലിക്കെട്ടുള്ള ആളുകൾക്ക് അതിനനുസരിച്ച് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കത് കേൾക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് ഞങ്ങൾക്കത് താല്പര്യമില്ല ബൈ എന്ന് പറഞ്ഞു. സമ്മതിച്ചു പോയില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി പറഞ്ഞ തെറി എന്താണെന്ന് വെക്കണോ? അതായത് അവർക്കത് കേട്ട് ശീലിച്ചിട്ടുണ്ടായിരിക്കും. ഒരു പക്ഷേ സക്കരിയൊക്കെ അതിന് ഹദീസും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതല്ലാതെ നൗഫിലെ നിങ്ങൾ എന്ത് നിലക്ക് ഇതിനെ ന്യായീകരിച്ചത്? എങ്ങനെ നിങ്ങൾക്ക് പബ്ലിക്കിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? നിങ്ങൾ ആലോചിച്ചു, ഇത് പബ്ലിക്കിൽ ആരെങ്കിലും പറയോ ഇത്? സത്യത്തിൽ നിങ്ങൾ എന്നോട് പ്രൈവറ്റിൽ അല്ലെങ്കിൽ നമ്മൾ 4 പേര് 5 പേരുള്ള സമയത്ത് ഒരു വ്യവസ്ഥാ ചർച്ചയിൽ പറഞ്ഞെങ്കിലും പബ്ലിക്കിൽ പറയാൻ പറ്റിയ കാര്യമാണ് ഇത്. ഞങ്ങൾ അങ്ങനെ മാന്യന്മാരെന്നുള്ള കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ റൂമിലില്ല, ഞങ്ങൾ വേറെ റൂമിലേക്ക് സംസാരിക്കാനുള്ള. കാരണം പ്രൈവറ്റ് റൂമല്ല, ഇഷ്ടംപോലെ പറയാലോ, തെറി അടിച്ചു വിടാം. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ദീനിന്റെ പേരിലാണല്ലോ ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. മൈക്ക് കിട്ടും. ഹലോ, ഡോട്ടഡല്ല പറഞ്ഞു തീരല്ല. അതായത് സുന്നി ഗ്ലോബൽ വോയിസിലേക്ക് വരാമെന്ന് പറഞ്ഞ അബ്രജാണ്. സുന്നി ഗ്ലോബൽസിൽ പറ്റില്ല, പ്രൈവറ്റിലേ പറ്റുള്ളൂ. അപ്പൊ സംവാദം നടക്കട്ടെ എന്ന രീതിയിലാണ് പ്രൈവറ്റിൽ സമ്മതിച്ചു. രണ്ടാമത് ഞാൻ അബ്രജിനോടും 3-4 പ്രാവശ്യം പറഞ്ഞു, എന്ത് അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല,
നിങ്ങളെ ഭാഗത്തുനിന്ന് അതുപോലെ ഉണ്ടാകരുത്. ഇത് ഞാനാണ് നേതൃത്വം നൽകുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറിയോ ഒരു ഭാഗങ്ങളോ ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം അവർ തെറിക്കാരാന്നുള്ളത് അതങ്ങനെ ന്യായീകരിക്കുകയാണ്. അതൊക്കെ നിങ്ങളെ ചോദ്യത്തിന് അതൊക്കെ നമ്മൾക്ക് അറിയാം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നലെ മിനിഞ്ഞാന്നല്ലേ നിങ്ങളൊരു തങ്ങള് നായിന്റെ മക്കളെന്ന് വിളിച്ചത്? ഈ ഇതൊന്നും ഇതിനുള്ള മറുപടിയല്ല, മനസ്സിലായ? നിങ്ങളുടെ നേതാക്കന്മാര് പബ്ലിക് സംവാദത്തിന് വരുമ്പോ പച്ചത്തേറി പറയുന്നതിന് ന്യായാണോ അത്? തങ്ങൾ നായിന്റെ മോനെന്ന് പറഞ്ഞത്? അതെ, നിങ്ങളുടെ നേതാക്കന്മാര് അല്ലെ, നിങ്ങള് വല്ലാതെ സ്നേഹിക്കുന്ന നേതാക്കന്മാര്, നിങ്ങൾക്ക് അതെങ്ങനാ ഉറപ്പ് നിങ്ങൾക്ക് എങ്ങനെ തരാൻ കഴിയും എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് പിന്നെ തരാൻ കഴിഞ്ഞു? എനിക്കില്ല, ഞാനത് വാക്കാലും ഉറപ്പ് തരുന്നു. അതെന്തുറപ്പാ? എങ്ങനെ ഉറപ്പ് തരുന്ന ആളുകള് തെറി പറയുമോ എന്ന് ഭയക്കുന്ന ആളുകളെ വെച്ച് സംവാദം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അതെ, ആരുടെ കയ്യിലാ പിന്നെ ഒമാൻ സംവാദത്തിന്റെ ചോദ്യമുള്ളത്? നീ എൻ മൊബൈലിലേക്ക് മിസ് കോൾ അടിച്ചിടുക, ഞാൻ നിൻ മൊബൈലിൽ മിസ് കോൾ അടിച്ചിടാമെന്ന് പറയുന്ന ആ വചനിലുള്ള വേറൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതെ, ക്ലിപ്പ് അതെ, നൗഫില ക്ലിപ്പ് നോക്കാൻ പറയുന്നുണ്ട്. പിന്നെ നീ മിസ് കോൾ അടിച്ചിടുക, ഞാൻ മിസ് കോൾ അടിച്ചിടുക, നീ എനിക്ക് മിസ് കോൾ അടിച്ചിടുമോ, അങ്ങനെ എന്തോ പറയുന്നില്ല. ആരുടെ കയ്യിലുള്ളത് അത്? അതൊന്ന് പിന്നെ ഞാൻ ഒരുപാട് ഈ സമയം കൊണ്ട് സെർച്ച് ചെയ്തു, പക്ഷെ ഫസ്റ്റ് ആ CD മാത്രം എനിക്ക് കിട്ടില്ല. അൻസാറിന്റെ കയ്യിലോ ആരുടെങ്കിലും കയ്യിൽ അതുണ്ടെങ്കിൽ പിന്നെ നൗഫലിനും അതുപോലെ തെറി പറയുന്ന കുറെ ആളുകളെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ ഡെഡിക്കേഷനും കൂടി ആവാന്ന് കരുതിയിട്ടാണ് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ നൗഫലെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനിപ്പോ എത്ര പ്രാവശ്യം അങ്ങനെ പറഞ്ഞു തെറി പറയാമെന്ന് പഠിപ്പിച്ച് ഇവരെ നേതാവാന്ന് കേട്ടോ. അതിനെ കുറിച്ച് നൗഫൽ മുണ്ടണില്ല. കാരണം ഞാൻ നൗഫൽ ഒന്ന് അത് ക്രോസ് ചെയ്യുന്നെങ്കിലും കരുതിയിരുന്നു. കാരണം ഒരു മൗലവിമാരൊക്കെ ആവുമ്പോഴേ ഇവരെ നേതാവ് ഇബ്നു തൈമിയ്യ തെറി പറയാൻ അംഗീകാരം നൽകിയ നേതാവാന്നും ഇബ്നുൽ ഖയ്യിം അതിന് പ്രോത്സാഹനം നൽകിയ നേതാവാന്നും ഞാൻ പറഞ്ഞിട്ട് ഒന്ന് തൊടാൻ പോലും കാണിക്കുന്നില്ലല്ലോ ഇവര്. കാരണം ഇവർക്ക് ഉറപ്പാ സംഭവം സത്യാന്ന്. സംഭവം സത്യാണെന്ന് ഇവർക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ഞാനതല്ലേ പറഞ്ഞു. പിന്നെ ഉസ്താദുമാരടുത്ത് നിങ്ങൾ പഠിച്ചേക്കോ, അതൊക്കെയാണ് നൗഫലെ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തെറി പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇതാ വയറ്, അയ്യേ ഇബ്നു തൈമിയ്യനെ പറ്റി പറയല വയറ്, നിങ്ങൾ തെറ്റി ഹബീബെ. അതിന് ഇമാം നവവിയെ പറയും, മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ തങ്ങളെ പറയും, ഇമ്മത്തിനെ പറയും. അതിന് ഇബ്നു തൈമിയ്യ ഇബ്നുൽ ഖയ്യിം ഒന്നും വരില്ല. മനസ്സിലായില്ലേ? വയലിന് അയ്യേ മനക്കേട് പറയല്ലേ. അപ്പോഴേ ചുരുക്കം പറയാ, നിങ്ങൾ പറഞ്ഞില്ലേ പച്ചേരി റൂമില് തെറി പറയാണ്ട് SGV ചർച്ച നടത്താം എന്ന് അവറേജ് പറഞ്ഞപ്പോ അത് വേണ്ട, നമുക്ക് SGV ഒഴിവാക്കി കണ്ട് പ്രൈവറ്റിലേക്ക് ചർച്ച മാറ്റാം എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ കാരണം തെറി ഒഴിവാക്കാൻ പറ്റൂല എന്നുള്ള പബ്ലിക്കിലുള്ള അവകാശം ഉന്നയിച്ചതല്ലെങ്കിൽ ഞങ്ങൾ തെറി ഒഴിവാക്കി കണ്ട് സംവാദത്തിന് വരൂല എന്ന് നിങ്ങൾ അവകാശപ്പെടുകയല്ലേ ചെയ്തിരിക്കുന്നത്. അത് മോശമല്ലേ? ഇനി അങ്ങനെ നിങ്ങൾ 4-5 ആൾക്കാരുള്ള റൂമിൽ അങ്ങനെ ഒരു സംസാരിച്ചെങ്കിലും ഇപ്പൊ 100-200 ജില്ലാണ് ആൾക്കാരിലെടുത്ത് മാനക്കേടല്ലേ നൗഫലെ അത് പറയല്. അതുകൊണ്ട് മൈക്കെടുത്ത് പറഞ്ഞോളി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇതാണ് പയ്യോളി കുതന്ത്രം. നിങ്ങളുടെ സംസാരിക്കാൻ നിൽക്കുന്നവരാണ് ആദ്യം പറയുന്നത്. അതായത് അബ്രജ് എന്താ പറഞ്ഞ് ഞാനെന്താ പറഞ്ഞെന്ന് പയ്യോളി നേരെ കേട്ടിട്ട് അബ്രജ് പറഞ്ഞു, എനിക്ക് അബൂ ഹിസാനും സുഹൈൽ യൂസുഫും ഉണ്ടെങ്കിൽ SGV നടത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ അവരില്ലാതെ ഞങ്ങൾ സംവാദത്തിന് ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ യൂസുഫിന് ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ നടത്താം. ഇങ്ങോട്ടാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ തെറി പറയുന്ന ആളാണ്, ഞങ്ങൾക്ക് തെറി പറയാതെ സമ്മതിക്കാൻ പറ്റും. ആ രീതിയിൽ ആക്കി തീർക്കണം ഈ മറ്റുള്ളവരെ മുന്നിൽ പയ്യോളി. അതാണ് കള്ളത്തരം. അല്ല, എന്തുകൊണ്ടാ SGV സാധാരണ എന്തുകൊണ്ടും SGVയിലാണെങ്കിൽ നടത്താന്ന് പറയുന്ന അബുദാജി എന്ത് SGV പറ്റൂല? SGVയിലാണെങ്കിൽ തെറി പറയാത്ത ആൾക്കാർ വേണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? അല്ല
തെറി പറഞ്ഞിട്ട് നമുക്ക് അത് നിങ്ങൾ പബ്ലിക്കിയുടെ അന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? നമുക്ക് തെറി പറഞ്ഞുകൊണ്ടല്ലാണ്ട് ഒരു സംവാദം നടക്കൂല, അതുകൊണ്ട് SGB നടക്കൂല എന്ന് എന്തായാലും അബുറജി പറഞ്ഞു. എന്നാൽ തെറി പറഞ്ഞുകൊണ്ട് പ്രൈവറ്റിൽ നടത്താന്നല്ല അതിന്റെ അർത്ഥം. അതെന്നല്ല നിങ്ങൾ ഇപ്പോഴും പറയണത്, അതിനല്ല നിങ്ങൾ സമ്മതം നൽകിയത്. എന്നാൽ തെറി പറയൂല, ഞങ്ങൾ തെറി പറയൂല, ഞങ്ങൾക്ക് SGB തന്നെ നടത്തണം എന്ന അവകാശം എല്ലാവരും നിങ്ങൾ ഉന്നയിച്ചത്. മറിച്ച് നമുക്ക് തെറി പറയാണ്ട് പറ്റൂല, അതുകൊണ്ട് SGB പറ്റൂലെങ്കിൽ പ്രൈവറ്റിലാക്കേ നമുക്ക് അവിടെ സംസാരിക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ വൽഹാസിര്. അതെന്നല്ല ഇപ്പൊ നിങ്ങൾ പറയണതും. എന്നിട്ട് പറയണു ഞാൻ അയ്യോട് കള്ളത്തരം പറഞ്ഞു. ഇപ്പൊ ഈ ആൾക്കാരെ മുമ്പിലൊക്കെ നിങ്ങൾ ഇപ്പൊ ആവർത്തിച്ച് പറയണ തന്നെയാണ്. എത്താൻ ഔഫലെ ഇപ്പോഴും മൂപ്പര് നേതാക്കന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങില്ലട്ടാ. ഇബ്നു തീമിയയും ഇബ്നുൽ ഖയ്യിമും പഠിപ്പിച്ചതല്ലേ ഈ പച്ചത്ത് തെറി പറയാൻ നിങ്ങളെന്ന് പറഞ്ഞിട്ട് മുണ്ടണില്ല. ഞാൻ മൈക്ക് വിട്ട് അവറജെ. ഹലോ അബ്രജ, ക്ലിപ്പിടാനായിട്ട് മൈക്ക് എടുക്കേണ്ട ആവശ്യമില്ല, സംസാരിക്കാൻ. ഒരു മിനിറ്റ്. പിന്നെ നൗഫല, നിങ്ങൾ തന്നെയല്ലേ ഇവിടെ പറഞ്ഞത്, അതായത് തുടക്കത്തില് സുഹൃത്തുക്കളെ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? അതായത് അവര് ക്ലിപ്പിടുന്നത് നിങ്ങൾ പേടിക്കണ്ട, അത് നിങ്ങൾ ഓഫീസ് ടൈമിൽ വെച്ച കാരണം എന്റെ ഷോപ്പിലെ സിസ്റ്റത്തിലല്ലോ ആ ക്ലിപ്പ് ഇതിനകത്തില്ല, പേടിക്കണ്ട കേട്ടാ. പിന്നെ നേരത്തെ പറഞ്ഞിട്ട് ക്ലിപ്പായിട്ടുണ്ടാവും ഏത്, അതായത് തെറി പറയുന്ന ആളുകൾ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് പ്രൈവറ്റ് റൂമിൽ നടത്താം എന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു, അവർ തെറി പറയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പിന്നെ മറ്റേ ബാലുശ്ശേരി പറഞ്ഞ മറ്റേ പോയിന്റാണത്, പോയിന്റാണ്, നല്ല ശ്രദ്ധിച്ചോളൂ പോയിന്റാണ് ഇത്. അവർ തെറി പറയില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. എന്തിനാ ഉറപ്പ് തരണേ? അവർ തെറി പറയുന്നത് നമ്മള് വ്യക്തമായി പറഞ്ഞു കാണിച്ചു കൊടുത്തു. നോക്കിയേ, ജിന്നിനോട് സഹായം ചോദിക്കലും ഔലിയാക്കള് ഒരു സഹായം ചോദിക്കലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ബഹുമാനപ്പെട്ട നൗഷാദ് ഹസൻ ഉസ്താദ് ചോദിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ അദ്ദേഹം മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന തെറിവീരൻ മറുപടി പറയുന്നത് കേൾക്കുക. മൈക്ക് തരും ഇതൊന്ന് കേട്ടിട്ട് നിങ്ങൾ നേതാക്കന്മാരെ എന്ത് ഇത് പബ്ലിക് സംവാദത്തിലാ പറയുന്നത് കേട്ടാ. പല കാര്യങ്ങളും നിങ്ങൾ TPP എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദർശ കൂട്ടായ്മയാണ്. ഇത് കണ്ടോ, ഇത് ഇന്നും ഇന്നലെയുമില്ല. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്നത് രൂപീകരിക്കുന്ന യോഗത്തിൽ അതിനു വേണ്ടി അവർ നടത്തിയ പ്രസ്താവനയാണ്. എന്താണ്? കേട്ടോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചു കൊള്ളാമെന്നും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച് സംഘത്തിൽ അച്ചടക്കത്തോടെ അംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇതാ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ളതാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. ആദർശ പ്രബോധനം ഇന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അതിന് വേണ്ട എല്ലാ നിലക്കും നിങ്ങൾ ഏതോ ആളുടെ മെയിലൊക്കെ എടുത്ത് ഞാൻ പ്രസിഡന്റാണെന്നൊക്കെ പറഞ്ഞ് ആരോ മെയിൽ അയച്ചു കൊണ്ടതിന് കാര്യമല്ല. ഇവിടെ കൃത്യമായി IICCന്റെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, അദ്ദേഹം നവാസ്, സെക്രട്ടറി ഷഫീർ, വൈസ് പ്രസിഡന്റ് നബീല്, ഇവിടുത്തെ ദായിമാര് ഷഫീഖ് സലായി, IIC മസ്കത്തിന്റെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ കരീം മദനി, ട്രഷറർ AK ആഷർ. ഇങ്ങനെ ഇവിടെ തന്നെ സന്നിഹിതരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഏതെങ്കിലും ആളുകളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ പടച്ചുണ്ടാക്കി പ്രസിഡന്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതൊന്നും വിലപ്പോവുകയില്ല എന്നാ പറയുന്നത്. അയ്യോ, ആ ഭാഗം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ പ്ലേ ചെയ്തത്. പിന്നെ അദ്ദേഹം പോയത് കൊണ്ട് ഇനി അത് പ്ലേ ചെയ്യാൻ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയില്ല. ഏത് ആ തെറി പറയുന്നുണ്ടല്ലോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഓമാൻ സംവാദം നടക്കുന്നത്. അപ്പൊ അതിനകത്ത് നിന്നുള്ള തെറി കേട്ട് ഇപ്പോ അദ്ദേഹത്തിന് മാനസികമായിട്ട് വലിയ വിഷമമുണ്ട്. അത് നീ എനിക്കൊരു ഉരുള തന്നിടതിൽ ഞാൻ നിനക്കൊരു ഉരുള തന്ന അത് സംവാദം കേട്ടാളുള്ളത് കേട്ടിട്ടുണ്ടായിരിക്കും.
പച്ചക്ക് സംവാദത്തിൽ ഇങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്നത് ഈ നൗഫലിനെ പോലെയുള്ള ആളുകൾ ഉണ്ടെന്നുള്ള ഉറപ്പില്ലല്ലേ? അല്ലേ? അതല്ലെങ്കിൽ ഇങ്ങനെ പറയോ? നൗഫലിനെ പോലെയുള്ള ഈ സുഹൃത്തുക്കള് എന്ത് തെമ്മാടിത്തം പറഞ്ഞാലും അവരെ പിന്താങ്ങാനും പിന്നീട് അവർക്ക് സല്യൂട്ട് അടിക്കാനും ഇവരുണ്ട് എന്നൊരൊറ്റ ഉറപ്പിന്റെ പേരിലല്ലേ ഇത് ചെയ്യുന്നത്? നൗഫൽ അത് ആ റെക്കോർഡ് ഇടുന്ന സമയത്ത് പോയി മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. നൗഫൽ പോകുന്നില്ല. നൗഫൽ ഇപ്പം താഴത്ത് വരൂലേ? നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? നൗഫൽ അങ്ങനെയൊന്നും പോകൂല. നൗഫൽ ഇപ്പൊ വരും, നിങ്ങൾ നോക്കിക്കോളി. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പ്രസ്ഥാനത്തിന്റെ അധപ്പതനാണല്ലോ ഇത്. സ്വന്തത്തിൽ നുണ പറയാതെ, കളവ് പറയാതെ, തെറി പറയാതെ ഒരു സംവാദം ഞങ്ങൾക്ക് SGBയിൽ നടത്താൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റിലേക്ക് വന്നോളേ. പ്രൈവറ്റിന് പച്ചക്കൊടി കാണിക്കുന്ന ഒരു സംഘടന നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രത്തോളം അധപ്പതിക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്ത്? അലാമത്തുൽ മുനാഫിഖ് എണ്ണിക്കൊണ്ട് ഫഇദാ ഖാസമ ഫജറ, ഫഇദാ ഖാസമ ഫജറ. തർക്കിക്കുമ്പോ പിന്നെ തെറി പറിച്ചതും തോന്നിയാസം കാട്ടലും തുടങ്ങും. മുനാഫിക്കിന്റെ അടയാളാണതേ. തർക്കം മര്യാദക്ക് നടത്തൂല, അപ്പോഴത്തേക്ക് തെറി പറിച്ചത്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദായിട്ട് ഒരു ചങ്ങാതി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മൂപ്പരിക്കാണ്ട് നിയന്ത്രണം പോയി. പിന്നെന്താ പറഞ്ഞറിയോ? എനിക്ക് പറയാൻ പറ്റൂല. എന്തായാലും അങ്ങാടിയിലെ തേർഡ് റൈറ്റുകളെ വെല്ലുന്ന പച്ചത്തെറി ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് ആയതുകൊണ്ടും മാത്രമല്ല, ഈ ക്ലാസ് റൂമിൽ അത് നമുക്ക് റീപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണത്. ഇല്ലേ? പച്ചത്തെറി ആരാ വിളിച്ചത്? ഒന്നുമില്ലെങ്കിൽ വയസ്സ് നോക്കണ്ടോ വിളിക്കുമ്പോ? എന്തോ ആയിക്കോട്ടെ, സംസാരിക്കുന്നതിന്റെ ഇടയിൽ വയസ്സ് നോക്കണ്ടേ? ഒരു മൗലവി പച്ചക്ക് നമ്മളെ തെറി വിളിച്ചു. തെറി എവിടെ അല്ലട്ടാ, അത് ഞാൻ പറഞ്ഞുതരാം. എവിടെ എന്നുള്ള ആ വിഷയമൊന്നും ഇപ്പൊ ഉദ്ധരിക്കാനല്ല. ഞാൻ അയാളോട് പറഞ്ഞു, എന്ത്, നിങ്ങളെ വയസ്സ് നിങ്ങൾ ബഹുമാനിക്കണം. കാരണം എന്താ, നമ്മൾക്ക് ഏതായാലും ബഹുമാനം വേണ്ട നിങ്ങളെ. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് സ്വന്തം വയസ്സിനെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും മുപ്പയ്ക്ക് കൊണ്ടു. അപ്പോഴാ മുപ്പയ്ക്ക് തിരിഞ്ഞ് എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇങ്ങനെ വഹാബിക്ക് തെറി പറയാതെയും നുണ പറയാതെയൊന്നും സംസാരിക്കാനാവില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആയിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് പ്രജ പിന്നെ മുഫാദ് മോൻ നല്ല രസമുള്ള എന്തെങ്കിലും ഒരു ക്ലിപ്പുണ്ടോ? അതിനധികരിച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നു. നല്ലൊരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരു ക്ലിപ്പിലേക്ക് പെട്ടെന്ന് വന്നോളൂ. നല്ല രസകരമായ വഹാബിന്റെ നടുനെഞ്ചത്ത് കൊള്ളുന്ന എന്തെങ്കിലും ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യിക്കാൻ ആരെങ്കിലും ക്ഷണിക്കുകയാണ്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.